Hi all, welcome to another video of absorption of overheads. In this video, I would like to discuss about the methods of absorption of factory overheads. Then next one is methods of absorption of factory overheads. അതായത് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, ദെൻ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ് ഓർ വേജ് മെത്തേഡ്, പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്, മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്, that is MHR, machine hour rate method, and next one is dual hour rate method. Then ഇവിടെ methods of absorption of factory overheadനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പെർസെൻറ്റേജ് മെത്തേഡ്സ് എന്നും സെക്കൻഡ് വൺ ഈസ് ഹവർലി റേറ്റ് മെത്തേഡ്സ് എന്നും. സോ ഇതിന് ഈ പെർസെൻറ്റേജ് വരുന്ന മെത്തേഡ്സിനെ നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് മെത്തേഡ്സ് എന്ന് പറയാം. പെർസെൻറ്റേജ് മെത്തേഡ്സ് ആൻഡ് ഹവർലി റേറ്റ് വരുന്നത് ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡും മെഷീൻ ഹവർ റേറ്റ് മെത്തേഡും ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡിനെ നമുക്ക് ഹവർലി റേറ്റ് മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ കൂടുതലായിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡാണ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിൽ നമ്മൾ ഹെഡിനെ അബ്സോർബ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം അവിടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഹെഡ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ടോട്ടൽ ഹെഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതെപ്പോഴാണ് സ്യൂട്ടബിൾ ആവുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വെൻ സെയിം പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരേപോലത്തെ പ്രൊഡക്റ്റ്, അതായത് സെയിം പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ്സ് of a department by total number of units of output of the department. ഓക്കെ, ദെൻ അതിന് നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഓവർഹെഡ് റേറ്റ് പെർ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിൽ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പറയുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മെത്തേഡിലും ഈ ബേസ് മാത്രമാണ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സെയിം ആയിരിക്കും, റിമൈനിങ് സെയിം ആയിരിക്കും. എപ്പോഴും ഈ ബേസ് മാത്രമാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ മെത്തേഡിലും നമ്മൾ ഈ ബേസ് ഏതാണെന്നുള്ളത് നോക്കി വെക്കുക. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത് എപ്പോഴാണ് സ്യൂട്ടബിൾ ആവുക, എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ, ഏത് കേസിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ സ്യൂട്ടബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണത് ഏത് കേസിലാണ്? അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സെയിം പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സെയിം പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ₹16,000 ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 80,000 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓവർഹെഡ് എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് പ്രകാരം ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക? ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ്. ദാറ്റ് ഈസ് 16,000 divided by number of units produced is equal to 80,000. That is equal to 0.20. അപ്പോൾ ഇവിടെ ടോട്ടൽ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.20. ദെൻ സെക്കൻഡ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് ബേസ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ്
Here, overhead rate is calculated as overhead rate is equal to factory overhead divided by direct material cost into 100 ആണ്. അപ്പോൾ ഇവിടെ ഫാക്ടറി ഓവർഹെഡ് ദാറ്റ് ഈസ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് ഏത് കേസിലാണെന്ന് വെച്ചാൽ വേർ മെറ്റീരിയൽ കോസ്റ്റ് ഫോംസ് എ മേജർ പാർട്ട് ഓഫ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഒരു കൂടുതൽ പാർട്ടും ഏതാണ് വരിക മെറ്റീരിയൽ കോസ്റ്റ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ കേസിലാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഒരു മേജർ പാർട്ടും ഏതായിരിക്കും വരിക മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിനെ എന്തായിട്ട് എടുക്കും ബേസ് ആയിട്ട് എടുത്തിട്ട് ഓവർഹെഡ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഓവർഹെഡ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ദെൻ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ഇപ്പോൾ ഹിയർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ₹80,000. ദെൻ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ₹20,000. ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് 20,000 ആണ്. ദെർഫോർ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ദാറ്റ് ഈസ് ₹80,000 into 100. Okay, so that is equal to 25%. അപ്പോൾ 25% ആണ് എന്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 25% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യണം ഓവർഹെഡ് റേറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓവർഹെഡ്സിനെ അബ്സോർപ്ഷൻ നടത്തുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 8,000 രൂപയാണ് ഇപ്പോൾ നമ്മളൊരു ജോബ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് മെറ്റീരിയലിന് സ്പെൻഡ് ചെയ്തത് നമ്മൾ മെറ്റീരിയലിന് കോസ്റ്റ് വന്നത് ₹8,000 ആണെന്നുണ്ടെങ്കിൽ ഈ 8,000-ൻ്റെ 25% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റായിട്ട് ആ പെർട്ടിക്കുലർ ജോബിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ഈസ് percentage on direct labor cost or wages method. Percentage on direct labor cost method or percentage on wages method. ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആവുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മേജർ പാർട്ടും വേജസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതായത് മേജർ പാർട്ടും ലേബേഴ്സിൻ്റെ എക്സ്പെൻസിലേക്കാണ് പോകുന്നത് എങ്കിൽ ലേബേഴ്സിനാണ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. സോ ഓവർ ഹെഡ്സ് ആർ ചാർജ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ഡയറക്റ്റ് വേജസ് ഇൻകേർഡ് ഓൺ പ്രൊഡക്ട്സ് ഓർ ജോബ്സ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ എത്രയാണോ ഡയറക്റ്റ് വേജ് വരുന്നത് അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത് ഓവർ ഹെഡിനെ ചാർജ് ചെയ്യുന്നത്. സോ ഹിയർ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ഓവർ ഹെഡ്സിനെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ ഫോർ എക്സാമ്പിൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു ₹10,000 ആൻഡ് വേജസ് ഈസ് ഈക്വൽ ടു ₹50,000. ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നത് ₹50,000 ആണെങ്കിൽ ഇവിടെ ഓവർഹെഡ് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ദാറ്റ് ഈസ് 10,000 ഡിവൈഡഡ് ബൈ 50,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. അപ്പോൾ ഡയറക്റ്റ് വേജസിൻ്റെ 20% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യും ഓവർഹെഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ്
വേജ് ഓഫ് എ ജോബ്, ഒരു ജോബിൻ്റെ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ വേജ് എന്ന് പറയുന്നത് ₹6,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 6,000 രൂപയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ 6,000 രൂപേൻ്റെ ദാറ്റ് ഈസ് 6,000ൻ്റെ 20% ആണ് നമ്മൾ എന്തായിട്ട് ചാർജ് ചെയ്യുന്നത്, ഓവർ ഹെഡ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,200 റുപ്പീസ് നമ്മൾ എന്തായിട്ട് ചാർജ് ചെയ്യും, ഓവർ ഹെഡ് എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ വേജ് മെത്തേഡ് പ്രകാരം ഓവർ ഹെഡ്സിനെ നമ്മൾ അബ്സോർപ്ഷൻ നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്. പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ മെജോറിറ്റി പാർട്ടും മെറ്റീരിയലും വേജസും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് പ്രൈം കോസ്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് പ്രൈം കോസ്റ്റ് ഈസ് ടേക്കൺ ആസ് ദി ബേസ് ഫോർ ദി അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓവർ ഹെഡിൻ്റെ റേറ്റ്, അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഓവർ ഹെഡ്, ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ പ്രൈം കോസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് വേജസ് ആണ്. ഇപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ബട്ട് ഇവിടെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും കൂടെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, പ്രൈം കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈം കോസ്റ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ബേസ് ആയിട്ട് എടുക്കുന്നത് ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഓവർ ഹെഡ് റേറ്റ് ആസ് പെർ പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇവിടെ ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു ₹12,000, ദെൻ direct material cost is equal to 60,000 and direct wages is equal to 40,000. Therefore overhead rate is equal to, overhead rate എന്ന് പറയുന്നത് total factory overhead, that is 12,000 divided by prime cost ആണ്. Prime cost is equal to direct material cost plus direct wages ആണ്, that is equal to ₹1 lakh. അപ്പോൾ 1 lakh ആണ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പ്രൈം കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ₹1 lakh ആണ്. സോ ഹിയർ 1 lakh. അപ്പോൾ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു 12,000 ഡിവൈഡഡ് ബൈ ₹1 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 12%. അപ്പോൾ ഇവിടെ ഓവർ ഹെഡ് റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്രയാണ്, 12%. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ 12% നമ്മൾ എന്തായിട്ട് ചാർജ് ചെയ്യും, ഓവർ ഹെഡ് റേറ്റായിട്ട് ചാർജ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ജോബിന് 10,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10,000 രൂപേൻ്റെ 12% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓവർ ഹെഡ് റേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്രൈം കോസ്റ്റ് പ്രകാരം 10,000 റുപ്പീസ് ഒരു ജോബിന് വന്നിട്ടുണ്ടെങ്കിൽ ഈ 10,000 റുപ്പീസിൻ്റെ 12% നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യണം, ഓവർ ഹെഡ് റേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് പ്രൈം കോസ്റ്റ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് ലേബർ അവർ റേറ്റിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഡയറക്റ്റ് ലേബർ അവേഴ്സ് വർക്ക്ഡ് ആണ്. അതായത് എത്രയാണോ ലേബേഴ്സ് വർക്ക് ചെയ്ത ടൈം, ഹവേഴ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ലേബർ ഹവർ അപ്ലൈ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് where the manufacturing operations is done mostly by labours. അപ്പോൾ അവിടെ കൂടുതലായിട്ടും ലേബേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൂടുതലായിട്ടും ലേബേഴ്സാണ് നടത്തുന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡിലൂടെ ഓവർ ഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഓവർ ഹെഡ് റേറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബേഴ്സ് വർക്ക് ചെയ്ത ടൈമാണ്. ഓക്കെ, ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോട്ടൽ
ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റുപ്പീസ് 8,000 നമ്പർ ഓഫ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എന്ന് പറയുന്നത് 20,000 ആണെങ്കിൽ ഓവർ ഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു that is overhead rate is equal to 8,000 divided by 20,000. Overhead rate എന്ന് പറയുന്നത് 8,000 divided by 20,000 ആണ് വരിക. ദാറ്റ് ഈസ് 4.40. അതായത് 40 പൈസയാണ് എന്ത് വരുന്നത് ഓവർഹെഡ് റേറ്റ് വരുന്നത്. ഇപ്പോൾ സപ്പോസ് ടോട്ടൽ ഹവേഴ്സ് എന്ന് പറയുന്നത് 1,500 ലേബർ ഹവേഴ്സാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ 1,500 ലേബർ ഹവേഴ്സിനെ 0.40 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 600 കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ 600 റുപ്പീസാണ് ഓവർഹെഡ് കോസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ മെഷീൻ ഹവേഴ്സാണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസ് എന്ന് പറയുന്നത് മെഷീൻ ഹവറാണ്. ഇനി മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ് സൂട്ടബിൾ ആവുന്ന കേസ് എന്ന് പറയുന്നത് വേർ ദി പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈസ് ഡൺ മോസ്റ്റ്ലി ബൈ മെഷീൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് യൂസിങ് മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത് മെഷീൻ ഹവർ റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. Then under this method the overheads are charged to production on the basis of number of machine hours spent on a job. Then ഇത് നമുക്ക് സൂട്ടബിൾ ആവണം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് ഏത് ഫാക്ടറിയിലാണ് മെഷീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് മെഷീൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നത് മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി പാർട്ട് വഹിക്കുന്നതും മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ഫാക്ടറികളിലാണ് നമ്മൾ മെഷീൻ അവർ റേറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെഷീൻ ഹവേഴ്സ് ആണ്. ഇവിടെ മെഷീൻ ഹവേഴ്സ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫാക്ടറി ഓവർഹെഡ് ഫോർ എ പീരിയഡ് ആർ റുപ്പീസ് 15,000. ദാറ്റ് ഈസ് ഫാക്ടറി ഓവർഹെഡ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 15,000 and the number of machine hours worked are 7,500. So number of machine hours worked is equal to 7,500. Therefore the machine hour rate, that is machine hour rate is equal to factory overhead divided by machine hours, that is 15,000 divided by 7,500. 15,000 divided by 7,500, that is equal to rupees 2. That is equal to rupees 2. So here machine hour rate is equal to rupees 2. അപ്പോൾ ഈ 2 രൂപയുടെ അടിസ്ഥാനത്തിലാണ് അതായത് 2 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷീൻ ഹവർ റേറ്റ് പ്രകാരം ടോട്ടൽ ഓവർ ഹെഡ്സിനെ അബ്സോർപ്ഷൻ നടത്തുന്നത്. ഇപ്പോൾ ഒരു ജോബിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മെഷീൻ ഹവർ എന്ന് പറയുന്നത് 250 ഹവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഓവർഹെഡ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ ഈ റേറ്റ് പ്രകാരം ഓവർഹെഡ് ചാർജ് ചെയ്യുന്നത് 250 ഇൻറ്റു 2 ദാറ്റ് ഈസ് 500 റുപ്പീസാണ് നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യുക ഓവർഹെഡ് റേറ്റായിട്ട് ഓവർഹെഡിൻ്റെ കോസ്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ജോബിന് 250 മെഷീൻ ഹവേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെഷീൻ ഹവറിന് 2 രൂപ വെച്ചിട്ട് 500 രൂപ 250 മെഷീൻ ഹവറിന് 2 രൂപ വെച്ചിട്ട് 500 രൂപയാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നത്. സോ ഇതാണ് മെഷീൻ ഹവർ റേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ്. ഇനി ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഹവേഴ്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ലേബർ ഹവറിനും മെഷീൻ ഹവറിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനുവൽ ലേബേഴ്സും മെഷീൻസും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറികളിലാണ് ഏത് അപ്ലൈ ചെയ്യണത് ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റ് മെത്തേഡ് ആൻഡ് മെഷീൻ ഹവർ റേറ്റ് മെത്തേഡ്. അപ്പോൾ ഡ്യുവൽ ഹവർ റേറ്റ് മെത്തേഡിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാനുവൽ ലേബേഴ്സും മെഷീൻസും നമ്മൾ എന്തായിട്ട് എടുക്കുന്നുണ്ട് ബേസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് ലേബേഴ്സിനും മെഷീൻസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഫാക്ടറികളിലാണ് ഡ്യുവൽ ഹവർ റേറ്റ് നമ്മൾ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്.
ദെൻ അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ലേബർ ഹവർ റേറ്റിൻ്റെയും മെഷീൻ ഹവർ റേറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓവർ ഹെഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതായത് ഒന്ന് ഓവർ ഹെഡ് റിലേറ്റഡ് ടു മാനുവൽ ലേബറും ഉണ്ട്, ഓവർ ഹെഡ് റിലേറ്റഡ് ടു മെഷീനും ഉണ്ട്. ഓവർ ഹെഡ് റിലേറ്റഡ് ടു മാനുവൽ ലേബർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ലേബർ ഹവർ റേറ്റിലും, ഓവർ ഹെഡ് റിലേറ്റഡ് ടു മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് മെഷീൻ ഹവർ റേറ്റിലുമാണ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.